ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യനും സുഖത്തിനായി ഈ ലോക വസ്തുക്കളുടെ പിന്നാലെ അനവരതം ഓടിക്കൊണ്ടേയിരിക്കുന്നു. എത്ര ഓടിയാലും സുഖമെന്നത് കണി കാണുന്നില്ല. മരുഭൂമിയിലെ ജലാശയം കണ്ട് ഓടുന്ന മാൻകൂട്ടം പോലെയാണ് ഓരോ മനുഷ്യനും. വെള്ളം കുടിക്കാൻ ദാഹിച്ച ഒരു മാൻ ആ ജലാശയം കണ്ട് വെള്ളം കുടിച്ച് ദാഹം തീർക്കാമല്ലോ എന്ന് കരുതി അതിനോട് ഓടിയെടുക്കും തോറും അതകന്നകന്നകന്നു പോകുന്നു. അവസാനം ആ മണലാരണ്യത്തിൽ അത് കിടന്ന് പിടഞ്ഞ് ദേഹം ത്യജിക്കുന്നു. ഇപ്രകാരമാണ് ഈ ലോകമാകുന്ന ഈ മരുഭൂമിയിൽ നാം ഓരോരുത്തരും സുഖം തേടി സമ്പത്തിൻ്റെ പിന്നാലെ, മണികർമ്മ്യങ്ങളുടെ പിന്നാലെ, അതുപോലെ സുഹൃത്തുക്കളുടെ പിന്നാലെ, ഓരോന്നിൻ്റെയും പിന്നാലെ ഓടി 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 അലയുന്നു. പക്ഷേ സുഖമോ കണി കണ്ടിട. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. എവിടെയാണ് വാസ്തവത്തിൽ സുഖം? മനസ്വസ്ഥതയാനന്ദ. മനസ്സിൻ്റെ സ്വസ്ഥതയാണ് പരമമായ സുഖം. നമുക്കിഷ്ടപ്പെട്ട ഒരു വസ്തു കിട്ടുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സുഖം, സന്തോഷം, സംതൃപ്തി ഇതനുഭവമാകുന്നു. അതിന് കാരണം എന്താണ് എന്ന് അന്വേഷിച്ചാൽ വാസ്തവത്തിൽ ആ വസ്തു അല്ല, ആ വസ്തു കിട്ടിയപ്പോൾ തൽക്കാലം നമ്മുടെ മനസ്സൊന്ന് ഒതുങ്ങി. ആ മനസ്സിൻ്റെ അടക്കത്തിലാണ് നമുക്ക് സുഖം അനുഭവമായത്. അത് നമുക്കറിയില്ല. ഈ രഹസ്യം അറിയാത്തത് കൊണ്ട് ആ വസ്തു കിട്ടിയപ്പോഴാണ് സുഖം കിട്ടിയതെന്ന് കരുതി നമ്മൾ വസ്തുവിൻ്റെ പിന്നാലെ പോകുന്നു. ഇന്നൊരു വസ്തുവിനാണ് ആഗ്രഹിക്കുന്നു, ആ വസ്തു കിട്ടുമ്പോൾ മറ്റൊരു വസ്തുവിനെ ആഗ്രഹിക്കും. ഇങ്ങനെ മനസ്സ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മനസ്സ് ഓടിക്കൊണ്ടേയിരിക്കുന്നു. അതിനാൽ ആ മനസ്സിൻ്റെ ഓട്ടത്തെ തടഞ്ഞ് മനസ്സ് നിശ്ചലവും പരിശുദ്ധവുമായി തീരുമ്പോൾ പരമാനന്ദം എന്താണ് എന്ന് നമുക്ക് സ്വാനുഭവത്തിൽ വരുന്നതാണ്. അത് പറഞ്ഞറിയിക്കാനോ മറ്റൊരാൾക്ക് തരാനോ സാധിക്കുന്നതല്ല, നമ്മൾ സ്വയം ആർജിക്കേണ്ടതാണ്. രാജാവ് തൻ്റെ കൊട്ടാരം ധനവാൻ മണികർമ്മ്യവും സുഖത്തിൻ കേന്ദ്രമെന്നോർക്കൂ, സുഖമോ കണി കണ്ടിടാം. തനിക്ക് സുഖമെന്തെന്നും എവിടെ കിട്ടുമെന്നതും അറിഞ്ഞുകൂടാതെ മർത്യന്മാർ പരക്കം പാഞ്ഞിടുന്നു ഹാം. ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് കിട്ടിയാലാണ് സുഖം, എവിടെ പോയാലാണ് സുഖം എന്ന് കരുതി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ആയുഷ്കാലം മുഴുവൻ പാഞ്ഞാലും അത് ലഭിക്കുകയില്ല. കാരണം അതെവിടെയാണ് സുഖത്തിൻ്റെ ഇരിപ്പിടമെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഈ ലോകത്തിലെ വസ്തുക്കളെല്ലാം തന്നെ ദേഹരക്ഷയ്ക്ക് മാത്രമാണ്. ഈ ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായ ആഹാരം, ജലം, വായു ഇതിനാവശ്യമാണ്. അത് അധികമായാലും കുറഞ്ഞാലും ഇതിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. വായു അധികമായാൽ എന്തായിരിക്കും അവസ്ഥ? കൊടുങ്കാറ്റടിക്കുമ്പോൾ ശ്വാസം മുട്ടി നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ലേ? വായു അധികമായാലും കുഴപ്പമാണ്, ആഹാരം അധികമായാലും കുഴപ്പമാണ്, ജലം അധികമായാലും ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ജലം നമുക്ക് ആവശ്യമുള്ളതാണ്. എന്തിനും ജലം വേണം. ശരീരശുദ്ധിക്കും വസ്ത്രം ശുദ്ധിയാക്കാനും ശരീരത്തിൻ്റെ നിലനിൽപ്പിനും ജലം ഒഴിച്ചുകൂടാൻ പാടില്ല. എന്നാൽ സുഖത്തിന് ഇതൊന്നും അല്ല ഉപാധി. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരീരം ഇതുകൊണ്ടൊക്കെ തൃപ്തിപ്പെടുന്നു, അപ്പോൾ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന മനസ്സും തൃപ്തിപ്പെടുന്നു. എന്നാൽ ഇത് തൽക്കാലമായ സുഖം മാത്രമേ ഉള്ളൂ. ശാശ്വതമായ സുഖം മനസ്സ് എവിടെ നിന്നാണോ വന്നത് അവിടെ നിന്നുള്ള സുഖമാണ് ശാശ്വതമായത്. ആ സുഖമാണ് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടത്. അതിൻ്റെ ഒരു കളിക നമുക്ക് അനുഭവിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിപൂർണ സംതൃപ്തിയാണ് അനുഭവമാവുക. പിന്നെ മറ്റൊന്നും നമുക്ക് വേണമെന്നില്ല.
മറ്റെവിടെയും നമുക്ക് പോകണമെന്നുമില്ല. മനസ്സ് പരിപൂർണ സംതൃപ്തിയെ പ്രാപിക്കുന്നതാണ്. അത് പ്രാപിക്കാൻ മനസ്സിൻ്റെ ഓട്ടം നിർത്തി മനസ്സ് തൻ്റെ സ്വന്തം സ്വരൂപത്തിലേക്ക് തിരിച്ചു പോവുക തന്നെ വേണം. അതാണ് ശാശ്വതമായ സുഖം. രാജാവ് തൻ്റെ കൊട്ടാരം, രാജാവ് പ്രജകളിൽ നിന്ന് കിട്ടുന്ന നികുതിപ്പണം കൊണ്ട് കൊട്ടാരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു തൻ്റെ സുഖം കൂട്ടാൻ വേണ്ടി. ധനവാൻ മണികർമ്മ്യവും, ധനവാനായ ഒരാൾ തൻ്റെ വീട് എപ്രകാരമെല്ലാം സുന്ദരമാക്കാൻ ശ്രമിക്കുന്നുവോ അങ്ങനെയാക്കുന്നു. ആ വീട്ടിൽ താമസിച്ചാൽ തനിക്ക് പരിപൂർണ സുഖമാണ് എന്ന് ധരിക്കുന്നു. സുഖത്തിൻ കേന്ദ്രമെന്നോർത്തു രാജാവു തൻ്റെ കൊട്ടാരം, ധനവാൻ മണികർമ്മ്യവും. സുഖത്തിൻ കേന്ദ്രമെന്നോർത്തു സുഖമോ കണി കണ്ടിടാം. രാജാവ് തൻ്റെ കൊട്ടാരമാണ് സുഖം, ധനവാൻ തൻ്റെ മണികർമ്മ്യമാണ് സുഖത്തിൻ്റെ കേന്ദ്രം എന്ന് കരുതി അതെല്ലാം സമ്പാദിക്കുന്നു. പക്ഷേ സുഖം അല്പം പോലും അതിൽ നിന്ന് കണി കാണാൻ പോലും കിട്ടുന്നില്ല. കാരണം സുഖസ്വരൂപിയാണ് ഈശ്വരൻ. ആ ഈശ്വരനിലേക്ക് എപ്പോൾ നമ്മുടെ മനസ്സ് പ്രവേശിക്കുന്നുവോ അപ്പോൾ മാത്രമായിരിക്കും നമുക്ക് യഥാർത്ഥ സുഖം അനുഭവിക്കാൻ സാധിക്കുക. അതാണ് മാനവ ജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആ സുഖാനുഭവം കിട്ടിയ മഹത്തുക്കൾ എത്രയോ ഈ ഭൂമിയിലുണ്ട്. അവർ പറയുന്ന വാക്കുകൾ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ ആ പാതയിലേക്ക് നമുക്കും നീങ്ങാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും അതാണ്. അത് പ്രാപിക്കാനായിരിക്കണം നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. സുഖമെന്നുള്ള വാക്കിൻ്റെ അർത്ഥം തെറ്റിദ്ധരിച്ച് സുഖത്തെ തേടി മർത്യന്മാർ അലയുന്നിതു ഭൂമിയിൽ. തനിക്ക് സുഖമെന്തെന്നും എവിടെ കിട്ടുമെന്നതും അറിഞ്ഞുകൂടാതെ മർത്യന്മാർ പരക്കം പാഞ്ഞിടുന്നുഹാം. രാജാവു തൻ്റെ കൊട്ടാരം, ധനവാൻ മണികർമ്മ്യവും. സുഖത്തിൻ കേന്ദ്രമെന്നോർപ്പൂ സുഖമോ കണി കണ്ടിടാ. അരേ